ഹായ് ഗൈസ്, മഴ തോരും മുമ്പേ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ റീത്താമ്മ വീട്ടിലെത്തി 4 ആങ്ങളമാരെയും വിളിച്ചു വരുത്തി. അവിടെ സ്റ്റാൻലി ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് മകളാണ് എന്ന് പറഞ്ഞ് വാഴിച്ചിട്ടുണ്ട്. അവളുടെ റൂമൊക്കെ ഒന്ന് കാണണം. ഗസ്റ്റ് ഹൗസിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. അവൾ ഇപ്പോഴേ അടുക്കളയിൽ കയറി അവർക്കൊക്കെ തലവേദനയുണ്ടാക്കി തുടങ്ങി. നമുക്ക് ഉടൻ തന്നെ പോയി അവളെ അവിടെ നിന്നും പുറത്താക്കണം. അയാൾക്ക് നാണമില്ലേ? 23 വർഷത്തിന് മുമ്പുണ്ടായ മകളാണ്, അവർ ഓർഫനേജിലാണ് വളർന്നത് എന്നൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ്. ഇനി ഇതിന്റെ പുറകെ ആരൊക്കെ വരാനിരിക്കുന്നുണ്ടോ എന്നറിയില്ല. എൽസമ്മയ്ക്കാണെങ്കിൽ ഏത് നേരവും ധ്യാനം എന്ന് പറഞ്ഞ് അവിടെയും ഇവിടെയും പോയി നടക്കാനേ അവൾക്ക് നേരമുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് അവർ അപ്പച്ചനെ കണ്ട് അച്ഛനൊന്ന് പറഞ്ഞുകൂടെ എന്ന് പറയുമ്പോൾ അവൻ ആര് പറഞ്ഞാലും കേൾക്കില്ല, ഇനി അവൾ വേണം അവനെ നേരെയാക്കാൻ എന്ന് പറയുന്നുണ്ട് വല്യപ്പച്ചൻ. അതേസമയം സ്റ്റാൻലി ദേഷ്യപ്പെട്ട് റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. വല്യപ്പച്ചൻ അലീനയെ ഫോണിൽ വിളിച്ച് അലീന വല്യപ്പച്ചനോട് ചോദിക്കുന്നുണ്ട്, റീത്താമ്മ ആൻറ്റിക്ക് എന്താ കാര്യം ഇവിടെ വന്ന് വഴക്കുണ്ടാക്കാൻ എന്ന്. അവൾ വഴക്കിടും, വഴക്കില്ലാത്തടത്ത് ചെന്ന് വഴക്കുരുട്ടി ഉണ്ടാക്കി ബോംബ് ഇടുന്നത് പോലെ ഇടുന്നവളാ അവള് എന്ന് വല്യപ്പച്ചൻ പറയുമ്പോൾ, ഞാൻ പോകുക വല്യപ്പച്ച, എല്ലാവരും കൂടി ഒന്നിച്ചോട്ടെ എന്ന് പറയുമ്പോൾ വല്യപ്പച്ചന് വിഷമമാകുന്നു. ഇവിടെയാണെങ്കിലോ നമ്മുടെ ബബിത പഴയ ലൈനിൽ പിന്നെയും തൂങ്ങിത്തുടങ്ങി. മുടിയനുമായി ഫോണിലൂടെ ഞാൻ എത്ര തവണ മെസ്സേജ്, എത്ര കോൾസ്, എപ്പോഴെങ്കിലും ഒരു റിപ്ലൈ തന്നിട്ടുണ്ടോ? എന്നിട്ട് പറയുന്നത് ഞാൻ നിന്നെ ഒഴിവാക്കാൻ നോക്കുവാന്ന്. എന്നെ നീ ഒഴിവാക്കാൻ നോക്കുക അല്ലേ? ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് കണ്ണീരൊക്കെ തുടച്ച് ഫോൺ വെക്കുന്നു. പിന്നീട് കൃഷ്ണമോൾ സ്കൂളിൽ നിന്നും വരുമ്പോൾ 2 പൂവാലന്മാർ ചൂളം വിളിച്ച് കൃഷ്ണമോളെ കളിയാക്കുന്നു. കൃഷ്ണമോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവർ ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നു. വൈജയുടെ ഭരണം തുടങ്ങിയപ്പോൾ മക്കളെല്ലാവരും അവരവരുടെ ഇഷ്ടത്തിനും സമാധാനത്തിനും തിരിഞ്ഞു തുടങ്ങി എന്ന് തോന്നുന്നു. ഇതൊക്കെയാണ് പ്രമോ ആയി കാണിച്ചത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിൻ്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.